ഓക്കെ ഇത് എന്താ ഓ എറിഞ്ഞെറിഞ്ഞിട്ടുള്ളതൊക്കെ പൊട്ടും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു ഡയലോഗ് മമ്മി പറയണുണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും നമുക്ക് പടപ്പടയെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്റെ ഗിഫ്റ്റ് ആണോ ഇത്? ആരുടെ ഗിഫ്റ്റ് ആണ്? ദാറ്റ് ഈസ് നോട്ട് മിക്സി. എന്ത് പാത്രമാണ്? ഞാനാണ് ഇത്. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഉള്ളിലെന്ന്. നമുക്കൊരു പുതിയ അതിഥി കൂടെ വന്നിട്ട്. ഹേയ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസ് സ്റ്റോക്ക് സ്ട്രീം. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? നമ്മൾ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് ഗിഫ്റ്റ് പൊട്ടിക്കണ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പം എനിക്ക് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിലും എനിക്ക് പൊട്ടിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ് കിട്ടണമെന്നില്ല, പക്ഷെ പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും നമുക്ക് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യണ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ആയിട്ട് ഈ ഗിഫ്റ്റ് എറിഞ്ഞിട്ടുള്ളതൊക്കെ പൊട്ടും. കുക്കറാന്ന് തോന്നുന്നു. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഈ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാം. ഇത് അമ്മച്ചിയും പപ്പയും അവിടെ നിന്ന് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ നമുക്കിതൊന്ന് അൺറാപ്പ് ചെയ്ത് നോക്കാം. എന്താ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. ചമ്പന്നൂരത്ത് എൻ്റെ അമ്മച്ചിയും പപ്പയും. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോണ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു ഡയലോഗ് മമ്മി പറയണുണ്ടായിരുന്നു, പൊന്നിന് മോതിരം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മച്ചി. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ നമുക്കപ്പൊ പുട്ടുകുറ്റിയാണ് കിട്ടിയത്. പുട്ടുകുറ്റിയാണ് കിട്ടിയത്. യെസ്, അതിന് പൈസ കേട്ടോ. ഞാൻ ഇപ്പൊ അടുത്ത ഗിഫ്റ്റ് നമുക്ക് അൺറാപ്പ് ചെയ്യാം. അമ്മച്ചി തന്ന സെക്കൻഡ് ഗിഫ്റ്റ് ആണിത്. അപ്പൊ നമുക്ക് ആ ഗിഫ്റ്റും കൂടെ അൺറാപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഗിഫ്റ്റിലേക്ക് കടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തായിരിക്കും? ഓക്കെ, എന്ത് പാത്രമാണ്? ഇഡ്ഡലി പാത്രം. ഓക്കെ, നമുക്ക് നോക്കാം. ഇഡ്ഡലി പാത്രം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി പാത്രം വേണമെന്ന്. മൈക്ക് ശരിക്കും ചേച്ചിക്കായിരുന്നു കൊടുക്കട്ടെ. അപ്പൊ നമുക്കതായത് നോക്കാം. അപ്പൊ നമ്മള് ഒരു കൊച്ചിന്റെ പല്ലൊക്കെ ഉണ്ട്. ഇനി എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു കൊച്ചു ചിരിച്ചോണ്ടൊക്കെ നിക്കണുണ്ട്. ഓ, അപ്പൊ കുക്കറാണ്. അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിയുടെ നഷ്ടപ്പെട്ടു പോയി. മമ്മി പറഞ്ഞത് കറക്റ്റായി. കുക്കറാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കമോൺ മമ്മി, പിടിക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് റാഫുവിന്റെ നിർബന്ധ പ്രകാരം നമ്മൾ അടുത്തത് അൺറാപ്പ് ചെയ്യാൻ പോവാണ്. എന്റെ ഗിഫ്റ്റ് ആണോ ഇത്? ആരുടെ ഗിഫ്റ്റ് ആണ്? സിനിമേമ തന്നതാണോ ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ പിടിയില്ല ആരാ തന്നേന്ന്. നമുക്ക് എന്തായാലും അൺറാപ്പ് ചെയ്യാം. ഓ, ഒരു ഫോട്ടോ ഫ്രെയിം ആണ് നമുക്ക് ഇവിടെ കിട്ടിയണേ. നമുക്ക് ഫോട്ടോസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ താങ്ക് യു ക്യാച്ച്. നമുക്കൊരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട്, ജോമോളേച്ചി. അപ്പൊ അയ്യോ, എന്റെ റാഫ് ചവിട്ടല്ലേടാ. അപ്പൊ നമുക്ക് ആ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഡേവിഡ് ചാച്ചന്റെ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാം. അമ്മ വീട്ടില് ഇത് അമ്മച്ചിയുടെ ചേട്ടന്റെ ഗിഫ്റ്റ്. ഇത് എന്തെങ്കിലും ഗസ്സസ്? അയ്യോ, ഇതെന്തെങ്കിലും ആയിരിക്കും. എനി ഗസ്സസ്? പാൻ, ഫ്രൈ പാൻ. മിക്സി അല്ല മമ്മി, ദാറ്റ് ഈസ് നോട്ട് മിക്സി. മിക്സി ഇവിടെയാണ്. ഇതാണ് മിക്സി. ഇവൻ ഇന്നലെ പൊട്ടിച്ച് ഇന്നലെ ഇത്. ഓക്കെ, ഇത് എന്ത്? ഓ, റൈസ് കുക്കറാണ് ചേച്ചി. ഇഡ്ഡലി പാത്രം അല്ലേ ചേച്ചി ഇത്? ആ റൈസ് കുക്കർ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ക്യാച്ച്
അയ്യോ നെക്സ്റ്റ് ഇതാരുടെയാന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. ഇതിനകത്ത് പേരുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇത് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന്. ഒരു നല്ലൊരു പാത്രമാണ്. ഓ വാ, അത് നോക്കൂ, നിങ്ങൾ കാണൂ. അയ്യോ നല്ല അടിപൊളി പാത്രം അല്ലേ, നല്ല രസം കാണാൻ. അൺഫോർച്ചുനേറ്റ്ലി പേരില്ല. പക്ഷെ ഇത് കാണുന്ന ആരെങ്കിലും ഇത് തന്ന ആരെങ്കിലും യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിന്റെ കളറും ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള 2 യൂട്യൂബറാണ്. യൂട്യൂബർ ജോമോളേച്ചിയും യൂട്യൂബർ റോസും. അതന്നെ ഞാനാണ് അസിസ്റ്റന്റ്. അപ്പൊ നമുക്ക് അടുത്ത ഗിഫ്റ്റ് നമുക്ക് അൺറാപ്പ് ചെയ്യാം. എനിക്ക് ഗസ്സസ് ജോമോളേച്ചിക്ക് എനിക്ക് ഗസ്സസ് ഇതെന്തായിരിക്കും? ഷർട്ട്, ബെഡ്ഷീറ്റ്, ട്രേ, ഡ്രസ്സാണ് എന്തായാലും എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പോണേക്കാളും മുമ്പ് ഇങ്ങനെ ഒരു പുറത്തേക്ക് പോണേക്കാളും മുമ്പ് ഒരു പരിപാടി വെക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടായിരുന്നു, അപ്പൊ ബെഡ്ഷീറ്റ് കിട്ടി. അറിയോ ബെഡ്ഷീറ്റ് ആരാ തന്നേന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരും പേര് എഴുതിയിട്ടില്ല. തായോ ചേച്ചി പിടിച്ചോളാം. ഇത് നമ്മുടെ റാഫു എല്ലാവർക്കും ഹിന്ദു കൊടുത്തു. ഇത് ഫ്ലാസ്ക് ആണ്. അപ്പൊ നമ്മൾ ഇത് അൺറാപ്പ് ചെയ്യാൻ പോവാണ്. ഫ്ലാസ്ക് എന്നാണ് എല്ലാരും പറയണേ. എന്തായാലും ലെറ്റ്സ് സീ എന്താണ്. ഡ്രിങ്കിങ് ബോട്ടിൽ, സ്റ്റെയിൻലെസ് ബോട്ടിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഫ്ലാസ്ക് ആണ്. അനിൽ അച്ചാച്ചന് ഒരു ബിഗ് താങ്ക് യു ഞങ്ങൾക്ക് തന്നേന്. ഞങ്ങൾക്ക് നല്ലൊരു നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇതൊന്ന് തുറക്കാൻ വേണ്ടി ഞാൻ സൗമ്യ ചേച്ചിനോട് പറയുന്നു. താങ്ക് യു. അപ്പൊ ഞാൻ ആദ്യം അത് കൊള്ളാം. ഒരെണ്ണം പൊന്നു വരണം. ഞാനും ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ച് ഫ്ലാസ്ക് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഓൾറെഡി ഒരു ഫ്ലാസ്ക് ഉണ്ടെന്ന്. പക്ഷെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ലഗേജിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം പൊക്കി കൊണ്ടുപോകുന്നതായിരിക്കും. ഇത് എനിക്ക് ആർക്കെങ്കിലും ഫ്ലാസ്കും ഇതിനെന്തെങ്കിലും ഉണ്ടോ? ബെഡ്ഷീറ്റ്. ഓക്കെ. മമ്മി ഇടക്കണ്ണോണ്ട് കാണുന്നുണ്ടോ? ഓക്കെ അന്ന് വേഗം പറഞ്ഞോ. ഷോക്കേസ് ഐറ്റം. ഓക്കെ. സൗമ്യ ചേച്ചിയുടെ ഷോക്കേസ്. ഓ ഇത് വിൻസിയാൻറ്റി തന്നതാണല്ലോ. അത് വിൻസിയാൻറ്റി പറഞ്ഞില്ല. ഇത് വിൻസിയാൻറ്റിയുടെ ഗിഫ്റ്റ് ആണ്. നമുക്ക് അൺറാപ്പ് ചെയ്യാം. ആരെ വിളിക്കണേ? ഓക്കെ. അപ്പൊ നമുക്ക് വിൻസി ആന്റിയുടെ ഗിഫ്റ്റ് നമുക്ക് അത് കലക്കി. നമുക്കിവിടെ 2 സ്ഥലത്ത് ഫോട്ടോ വെക്കാൻ നടുക്ക് ക്ലോക്ക്. അത് കലക്കി. സ്ഥലമുണ്ടെങ്കിൽ ഇതും നമ്മൾ എടുക്കുന്നതാണ് ഓസ്ട്രേലിയയിലേക്ക്. നമുക്ക് അവിടെ ഒരു ക്ലോക്ക് ഇല്ല. ആണോ? നോട്ടെ. ഇനി അടുത്തത് നമ്മൾ പൊട്ടിക്കാൻ പോണത് ഓൾറെഡി റാഫു ഇന്നലെ ഇവിടെ പൊട്ടിച്ച സാധനമാണ്. എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഡിന്നർ സെറ്റ് അല്ലത്, മിക്സിയാണ്. സുജാതേനെ ഞാൻ കണ്ടു. അപ്പൊ സുജാത ചേച്ചി ആയതുകൊണ്ട് മിക്സി ആവാനാണ് ചാൻസ്. അതിൽ നമുക്കൊന്ന് നോക്കാം. സൂക്ഷിച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മാറ്റി വേറെ മിക്സി മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചാച്ചൻ പഠിച്ചത്. ഇത് അമ്മച്ചേരിയാണ്.
അപ്പൊ അമ്മച്ചി നമുക്ക് മേടിച്ചു തന്നതാണ്. ഞാൻ ചാച്ചരാതെ ഓർത്തെ, പക്ഷെ ഇത് അമ്മച്ചി മേടിച്ചു തന്നതായിരുന്നു. സുജാതയുടെ മിക്സി. ഇന്ന് നമുക്ക് ഒന്ന് പതുക്കെ മെല്ലെ പൊട്ടിച്ചു നോക്കേണ്ട സംഗതിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സൈഡിലേക്ക് തട്ടാം. എന്നിട്ട് ഇനി നമുക്ക് അടുത്തത് പൊട്ടിക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. എനിക്ക് ഇതിനെ കണ്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കാൻ തോന്നണില്ല. ഇത് എന്റെ ഫേവറേറ്റ് അച്ചാച്ചൻ തന്ന ഗിഫ്റ്റാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് ഓഫ് ചെയ്യാൻ അറിയോ? തീർന്നു അല്ലേ? തീർന്നു. അപ്പൊ നമ്മള് അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട് ഫ്രം സൗമ്യ ആൻഡ് ഫാമിലി. മമ്മിക്ക് ഒരു കുഷ്യൻ വേണമെന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ലൊരു അടിപൊളി നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ഉള്ള ലീഫൊക്കെ ഉള്ള കുഷ്യൻ ദാറ്റ് ഈസ് ഫോർ മമ്മി. എന്നാലും സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. സ്ഥലം എല്ലാം അനുസരിച്ചിരിക്കും. അടുത്തത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ ഡിസൈൻ എല്ലാം ഇങ്ങനത്തെ ഒരു 2 ഫ്ലവർ വേസ് ആണ്. ഇതും നമ്മൾ നോട്ടം ഇട്ടിട്ടുണ്ട്. ഇതും ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഫ്ലവർ വേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് 2 കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ഇവിടെ വെച്ച് ഒരെണ്ണം കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എടുത്ത് വെക്കാം. താങ്ക് യു. അതെന്തായാലും ഇഷ്ടപ്പെട്ടു. അത് 2 ഉണ്ട്. 2 ഉണ്ട്. ഓക്കെ, വിൻസി ആന്റിയുടെ നിർബന്ധ പ്രകാരം 2 കൈ പിടിക്കാനാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വേസ്. അത് കാണാനും ഉണ്ട്. അതിനകത്ത് കാണാനും ഉണ്ട്. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സൈഡാക്കാം. ആന്റിയുടെ ആണ്. എല്ലാ സാധനങ്ങളും നമുക്ക് പടപ്പടയെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു ഗിഫ്റ്റ് ആണ് ആന്റി തന്നേ. ഫസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നോ ആർട്ടിഫിഷ്യൽ സ്വന്തം വീട്ടിലുണ്ടാക്കി അനിയന്റി സ്വന്തം വീട്ടിലുണ്ടാക്കി അല്ല സ്വന്തം വീട്ടില് സ്വന്തം വെച്ച് അരിഞ്ഞ് ചെറുതായിട്ട് നല്ല ഭംഗിയായിട്ട് വറുത്തെടുത്ത ചിപ്സ്. അപ്പൊ നമുക്ക് നോട്ട് ഫോർ സെയിൽ, ഓൺലി ഫോർ ഈറ്റിംഗ്. ഒന്ന് മിനിറ്റ് എനിക്ക് കൊടുക്കൂ. നല്ല അടിപൊളി തിന്നായിട്ട് അരിഞ്ഞ് സൂപ്പർ. നെക്സ്റ്റ് ആണ് അതിന്റെ വെള്ളം പറ്റും വയലെ. ഇത് എങ്ങോട്ട് പോണേ? അപ്പൊ ഇനി നമുക്ക് ആന്റിയുടെ നെക്സ്റ്റ് സാധനം അൺറാപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്ന ഒരു വെഡിങ് ആനിവേഴ്സറി വൈബിൽ ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. ഞങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ആന്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കി തന്നെയാണ്. ആന്റിയുടെ അച്ചാർ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര അടിപൊളിയാണ് അല്ലേ? സത്യം. ബട്ട് നോട്ട് ഫോർ സെയിൽ അൺഫോർച്ചുനേറ്റ്ലി. നമുക്ക് ആന്റിയോട് ചോദിച്ചു നോക്കാം സെയിൽ ഉണ്ടോന്ന്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് 2 മാങ്ങയാണോ? ആ, ലെമൺ. ഇത് മാങ്ങ ഇത് നാരങ്ങ. അപ്പൊ നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ടേസ്റ്റ് ചെയ്യണോ? നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇതൊന്ന് സൈഡാക്കാം. ഹിയർ കംസ് ദ ലാസ്റ്റ് ഗിഫ്റ്റ്. ഇത് ഞാൻ ഇത് തുറക്കണേക്കാളും മുമ്പേ പറയാണ് ബെഡ്ഷീറ്റാണ്. എന്താ നമുക്ക് അറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഞാനിത് കണ്ടപ്പോൾ തൊട്ട് എനിക്കിത് പൊട്ടിക്കണോതേ ഇല്ല. നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഞാൻ അപ്പോഴേ കണ്ടപ്പോഴേ പറഞ്ഞു എന്ത് നൈസാണ് പാക്കിംഗ് എന്ന്. ഇത് ആരാ പാക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഷിബി ആന്റി ആണോ? ഷിബി ആന്റി ആണോ വലിയ ചാച്ചനാണോ പാക്ക് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും നമുക്കിത് അൺറാപ്പ് ചെയ്യാം. കടക്കാരന് ഇത്ര ഡെഡിക്കേഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബെഡ്ഷീറ്റ് 2 points for വിൻസി ആന്റി. അപ്പൊ എന്തായാലും എല്ലാ പ്രാവശ്യം പറയണ പോലെ ഇതെന്തായാലും നമ്മൾ കൊണ്ടുപോകും. നമുക്ക് അവിടെ ബെഡ്ഷീറ്റ് ആവശ്യമായത് കൊണ്ട് ഇതും ഫ്ലൈയിങ് ടു ഓസ്ട്രേലിയ. അതന്നെ.
ഇന്നേ വരെ ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റിന്റെ റാപ്പിംഗ് കണ്ടിട്ടില്ല. അത്രയും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു വലിയ ചാച്ചൻ ആൻഡ് ഷിബി ആൻറ്റി. ഇതിന്റെ പേരും ഇതൊക്കെ ഒന്ന് വായിച്ചവരാതി. അപ്പൊ നമ്മുടെ തലയോല പറമ്പിലുള്ള ആൻറ്റി നമുക്ക് ലിസി ആൻറ്റി നമുക്ക് വേറെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ഒന്ന് കണ്ടുനോക്കാം എന്താണ്. ഇത് ഞങ്ങൾക്ക് സ്പെഷ്യലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എല്ലാം ഇപ്പം നമ്മൾ ഓസ്ട്രേലിയക്ക് എടുത്താൽ നമ്മളിപ്പോൾ എക്സ്ട്രാ ലഗേജ് പറയേണ്ടി വരും. ആ മാതിരി അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ സ്വന്തം ബ്രാൻഡാണ് എലൈവ് ഫുഡ്സ്. അവരുടെ അതന്നെ സാമ്പാർ പൗഡർ ആൻഡ് ഇതെന്തായിരുന്നു ചിക്കൻ മസാലയും സാമ്പാർ പൗഡറും. ഇത് പറയാൻ എനിക്ക് തോന്നുന്നത് ആൻറ്റി തന്നെ വേറൊരു കാരണമുണ്ട്. ആൻറ്റി ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു മമ്മിക്ക് ഇതിന് മുമ്പ് കൊടുത്തു കഴിയുമ്പോൾ മമ്മി അത് എടുത്ത് വെച്ചായിരുന്നു ഞങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നല്ലതാണ്. പക്ഷേ ഇത്രയും പിന്നെയും കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടായില്ല. എന്തായാലും താങ്ക് യു. ഇവരുടെ മസാലകളൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും മസാലാസ് അങ്ങനെ ഒരു സ്പെഷ്യൽ മസാല അങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. എലൈവ് ഫുഡ്സ്. ഇത് ഞാൻ ട്രൈ ചെയ്ത സംഭവമാണ്, സൂപ്പറായിരുന്നു. ആ ഇവിടെ മമ്മിയും ട്രൈ ചെയ്തതായിരുന്നു, അതും അടിപൊളിയാണ്. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഇതിനെപ്പറ്റി? ബീഫ് മസാലയാണ്. ബീഫ് മസാല ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ അതും കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇവരുടെ നല്ല അടിപൊളി പാക്കിങ്ങും സംഭവങ്ങളുമാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചിക്കൻ മസാലയും സാമ്പാറും ഭയങ്കര ഒരു ഒതന്റിക് സ്റ്റൈലാണ്. അപ്പം എന്തായാലും താങ്ക് യു ലിസി ആൻറ്റി. നിങ്ങളുടെ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് വളരട്ടെ. എല്ലാവർക്കും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഞങ്ങളുടെ പരിപാടിക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം ഞാനിത് അവസാനിപ്പിക്കാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് സ്റ്റോക്കസ്ട്രി. ബൈ. എല്ലാവർക്കും ലഗേജിലിരിക്കാൻ ഒരു വിമ്മിഷ്ടം. അതുകൊണ്ട് നമ്മൾ മിക്സിയും പുട്ടുകൂടും മാത്രം കൊണ്ടുവന്നോളൂ. എന്താ ചെയ്യാ.